നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സർ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അഭാവം കാരണത്താൽ അദ്ദേഹം വരുത്തുന്ന തെറ്റുകൾ കാരണത്താൽ ഒരുപാട് ട്രോളുകൾ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്. അതേസമയം നമ്മുടെ ഷാഫി പറമ്പിൽ, ജോൺ ബിട്ടാസ് ഇവരൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പ്രേക്ഷകരെ ക്യാച്ച് ചെയ്യാൻ അവർക്കൊണ്ട് പറ്റും. ഇത് നമ്മുടെ മുഖ്യമന്ത്രി പലപ്പോഴും അദ്ദേഹം നോക്കി വായിക്കുകയാണ് പതിവെങ്കിലും പെട്ടെന്ന് ആളുകളെ ആകർഷിക്കാനും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൺവേ ചെയ്യാനും അദ്ദേഹത്തിന് പറ്റാറുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി ഭയമില്ലാതെ ആശങ്കയില്ലാതെ നമുക്ക് എങ്ങനെ സംസാരിക്കാമെന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പിയറിങ് കോൺഫിഡൻറ്റ്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇടങ്ങളിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പ്രത്യക്ഷപ്പെടണം. അതിൻ്റെ ഏറ്റവും പ്രഥമമായ ഘട്ടം എന്ന് വെച്ചാൽ നമ്മുടെ പോസ്ചർ. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ നിൽക്കുമ്പോഴാണോ നമുക്കൊരു ആത്മവിശ്വാസം തോന്നുന്നത്, ആളുകളെ നമ്മളെ കാണുമ്പോൾ ആത്മവിശ്വാസം തോന്നുന്നത്, ആ രീതിയിൽ നിവർന്ന് നിൽക്കാൻ നമുക്ക് പറ്റണം. ആത്മവിശ്വാസമില്ലാത്ത ആളുകൾ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മൈക്ക് എങ്ങനെയാണോ ആ മൈക്കിലോട്ട് അങ്ങ് ചാഞ്ഞ് നിന്നുകൊണ്ട് സംസാരിക്കും. അതേസമയം ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുമ്പോൾ നിവർന്ന് നിന്ന് നമ്മളെങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ചെയ്യാറുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്. ഈ കൈകളൊക്കെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാതെ സാഹചര്യങ്ങൾ ഏതാണോ അതിനനുസൃതമായിട്ട് കൈകൾ വിന്യസിക്കുക. മൂന്നാമത്തെ കാര്യം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ താഴോട്ടോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും നോക്കുന്നതിന് പകരം നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റുക. ഇനി ഒരുപാട് ഓഡിയൻസ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അവരോടെല്ലാം കണ്ണുകൾ കൊണ്ടുകൂടി സംവദിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത കാര്യം. രണ്ടാമത്തെ ഘടകമാണ് സൗണ്ടിങ് കോൺഫിഡൻറ്റ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആശയങ്ങൾ സംവേദനം ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദത്തിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ്ങർ ലെവൽ ഓഫ് വോളിയം. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ പിണറായി വിജയൻ. സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഗൗരവമായൊരു കാര്യം സംസാരിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ ഓഫ് വോളിയമാണ് വോയിസ് ആണ് അദ്ദേഹം കൊണ്ടുവരിക. അത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനിപ്പിക്കുമ്പോൾ ലോ പിച്ചിൽ അവസാനിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാക്കുകൾക്കിടയിൽ നമ്മൾ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് സംസാരിക്കുക. ഒരു കാര്യം ഇങ്ങനെ ഇടതളവില്ല, ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ആ കാര്യത്തെക്കുറിച്ചാണെന്ന് പറയുന്നതിന് പകരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഈ തലത്തെക്കുറിച്ചാണ്. അങ്ങനെ പോസും അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോൾ ലോ പിച്ചിലും സംസാരിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസമുള്ളതായിട്ട് കേൾക്കുന്നവർക്ക് ഫീൽ ചെയ്യും. അടുത്ത കാര്യമാണ് അഡാപ്റ്റിംഗ് ക്യൂരിയസ് മൈൻഡ് സെറ്റ്. നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോഴും അതിൻ്റെ മുമ്പായിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ഞാൻ ഈ സംസാരിക്കുന്ന കാര്യത്തെ എങ്ങനെ നമുക്ക് കൃത്യമായി കൂടുതൽ കൺവേ ചെയ്യാം, എങ്ങനെ ബാക്കിയുള്ളവർക്ക് ആകർഷണീയമായ രീതിയിൽ അതിനെ പങ്കുവെക്കാം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കാനും അതിനെ എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ തന്നെ ഉറപ്പുവരുത്താനും നമുക്ക് പറ്റും. അടുത്ത ഘടകമാണ് ഇലോബറേറ്റ് റിപ്ലൈകളെ വിശദീകരിക്കാൻ പഠിക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കൈയക്ഷരം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒറ്റയടിക്ക് കാണുമ്പോൾ പോരാ എന്ന് പറയും അല്ലേ. അപ്പോൾ അത് പറയുന്നതിന് പകരം നമ്മൾ അതിനെ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് വിശദീകരിച്ച് സംസാരിക്കണം. സാധാരണഗതിയിൽ ഉദാഹരണം പറയാം. സാധാരണഗതിയിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ പാറ്റേണിൽ ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ നല്ലതായിട്ട് ഗണിക്കാറുള്ളത്. അല്ലാതെ വരുമ്പോൾ അത് നമ്മുടെ ആ എഴുത്തിൻ്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തും. ഇവിടെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ചില ഗർവുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന റിപ്ലൈകളെ നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്താൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആണെന്നുള്ള ഫീലിങ്ങൾ ആളുകൾക്ക് വരും. ഇനി അടുത്തതാണ് ഹാവ് സ്റ്റോറീസ് റെഡി ടു ഷെയർ. നമുക്ക് പങ്കുവെക്കാൻ പാകത്തിൽ നമ്മുടെ ഉള്ളിൽ കഥകൾ ഉണ്ടായിരിക്കുക. കഥകൾ പറയാൻ പറ്റും ഏത് സാഹചര്യത്തിലാണെങ്കിലും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മൾ എബ്രഹാം ലിങ്കൻ്റെ, വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒക്കെ കഥകൾ പറയാറുണ്ട്. അതുപോലെ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരോട് സംസാരിക്കാൻ ആപ്റ്റായ കഥകൾ ഏതാണോ അത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയുള്ള കഥകൾ പറയാനുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏതൊരാളുകളും നേരിടുന്ന വെല്ലുവിളികളായിരിക്കും കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ പെർഫെക്റ്റ് ആയിട്ടില്ല, നല്ല അതിമനോഹരമായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ ജീവിതത്തിലും ഉണ്ടാകും അവർ സംസാരിക്കാൻ പറ്റാതെ അവർ കുടുങ്ങിപ്പോയ, അവർ പ്രതിസന്ധി നേരിട്ട് ഘട്ടങ്ങളിൽ.
അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികൾ, നമ്മൾ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ, അതിനെ നമ്മൾ മറികടന്നിട്ടുള്ള രീതികൾ ഒക്കെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതൊരു കഥാരൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാനും പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ നമ്മൾ പ്രതീക്ഷിച്ചതിലുപരി അല്ലെങ്കിൽ ഓഡിയൻസിനെ കൃത്യമായിട്ട് കൺവേ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ഓക്കെ.